എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശങ്കറിൻ്റെ സംവിധാനത്തിൽ വന്ന ഗെയിം ചേഞ്ചർ എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയുടെ ആദ്യം വന്നിട്ട് ശ്രീകാന്തിനെ കാണിക്കും. ശ്രീകാന്ത് വന്നിട്ട് ഒരു CM ആണ്. അപ്പോൾ ശ്രീകാന്തിന് വന്നിട്ട് സുഖമില്ലാണ്ട് കിടക്കുന്നു. അപ്പോൾ ശ്രീകാന്തിന് പെട്ടെന്നൊരു ബോധോദയം വരുന്നു. നമ്മുടെ ഭരണം കാലഘട്ടം ഇനി ഒരു വർഷം കൂടെ ബാക്കിയുള്ളൂ. പക്ഷേ ഈ ഒരു വർഷം നമ്മൾ വന്നിട്ട് നല്ലൊരു ഭരണം നൽകണം, യാതൊരു കറപ്ഷൻസും ഉണ്ടാകാൻ പാടില്ല എന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ട്. ഒരാൾ വന്നിട്ട് SJ സൂര്യയും ഒരാൾ വന്നിട്ട് ജയറാമുമാണ്. അപ്പോൾ ഇവർക്ക് വന്നിട്ട് ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് വന്നിട്ട് അവിടുത്തെ കളക്ടറായിട്ട് വരുന്നത് നമ്മുടെ കഥാനായകനായ രാംചരൺ. അപ്പോൾ അവിടുത്തെ കളക്ടറായിട്ട് വരുന്ന രാംചരൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കറപ്ഷൻസൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു. അങ്ങനെ വരുന്ന സമയത്ത് SJ സൂര്യയ്ക്കും രാംചരണും ഒരു ക്ലാഷ് ആകുന്നു. അതേപോലെ തന്നെ കഥാനായിക ഒരു ആശ്രമത്തിൽ ജോലി ചെയ്യുന്നു. അതായത് പ്രായമായവർ താമസിക്കുന്ന ഒരു ആശ്രമത്തിൽ ജോലി ചെയ്യുന്നു. അവിടെ വന്നിട്ട് അഞ്ജലീനെ കാണിക്കുന്നു, ഒരു പ്രായമായ സ്ത്രീ രൂപേണ. അഞ്ജലീനെ പോയിട്ട് നമ്മുടെ കഥാനായകൻ മീറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് അഞ്ജലി പറയും, എനിക്ക് വന്നിട്ട് CMനെ കാണണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ CMനെ കാണാൻ പോകുന്നു. ഒരു എന്താ പറയുക, ഒരു പൊതുക്കൂട്ടം നടക്കുന്ന സ്ഥലത്ത് വെച്ച് CMനെ കാണാൻ പോകുന്നു. അപ്പോൾ CM ഈ അഞ്ജലീനെ കണ്ട ഉടനെ വളരെ ഭവ്യതയോടെ പേടിച്ചിട്ട് ഒരു എന്താ പറയുക നമസ്കാരമൊക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ അഞ്ജലിക്കും CMനും എന്താണ് സംബന്ധം, അതേപോലെ നമ്മുടെ കളക്ടറിനും SJ സൂര്യയ്ക്കും ക്ലാഷ് എന്തായി എന്നുള്ളതൊക്കെയാണ് ഈ പടത്തിൻ്റെ ഒരു കഥ. പൊതുവേ ശങ്കർ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബ്രഹ്മാണ്ടമൊക്കെ പ്രതീക്ഷിച്ച് പോകും. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പാട്ടിന് ഒരുപാട് ചിലവ് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ അതും വന്നിട്ട് ആ ഒരു പാട്ട് ഇവർ പറഞ്ഞ പാട്ടിന് വന്നിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കാർഡ് ബോർഡൊക്കെ ഒട്ടിച്ചിരിച്ചിരിക്കുന്ന ആ സീനുകളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ബോറായിപ്പോയി. അതേപോലെ കഥയുമില്ല, തിരക്കഥയില്ല സിനിമയിൽ. കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ടൊരു വളരെ പഴയ കഥ. ഒരു എന്താ പറയുക, രാഷ്ട്രീയക്കാരനും ഒരു നല്ലവനായ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും വരുന്ന പ്രശ്നങ്ങൾ, അത് നമ്മൾ കുറേ സിനിമയിൽ കണ്ടിട്ടുള്ളതാണ്. അല്ലാണ്ട് തിരക്കഥയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കഥയിലും വലിയ സ്വാരസ്യമൊന്നുമില്ല. അടുത്ത് എന്താണ് നടക്കാൻ പോകുന്നത് നമുക്ക് ഈസി ആയിട്ട് ഈ പടത്തിൽ വന്നിട്ട് നമുക്ക് യൂഹിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ എന്നാലും തരക്കേടില്ല. ഫസ്റ്റ് ഹാഫ് എന്നെ അപേക്ഷിച്ച് വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കാണാം. പക്ഷേ സെക്കൻഡ് ഹാഫ് ഒരുപാട് ലാഗായിരുന്നു. എന്താ അവർ കാണിച്ചു കൂട്ടിയെന്ന് അവർക്ക് തന്നെ അറിയാത്ത പോലെയായിരുന്നു സീൻസുകളൊക്കെ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നമ്മുടെ ഹീറോ ഒരു ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറാവും. അപ്പോൾ നമ്മുടെ SJ സൂര്യയ്ക്കും ഇവന് വരുന്ന സീനുകളിൽ മൊത്തം ഇലക്ഷൻ കമ്മീഷണർ ആരാണെന്ന് നിനക്കറിയുമോ, അയാളുടെ മഹത്വം എന്താണെന്നറിയോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്. ആ ഡയലോഗ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, പടം മൊത്തം ഇതേ ഡയലോഗാണ്. പിന്നെ എന്താ പറയുക, നമ്മുടെ ശങ്കർ വന്നിട്ട് ഇപ്പോഴാണെന്ന് തോന്നുന്നു ഈ ഇലക്ഷൻ കമ്മീഷനെയൊക്കെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ഏതൊരു ബുക്ക് വായിച്ചിട്ട് അതിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ടിരിക്കുന്നത്. വെറുതെ പൈസ കളയാൻ വേണ്ടി എടുത്ത സിനിമയാണെന്ന് എൻ്റെ അഭിപ്രായം. ക്ലൈമാക്സ് സീനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ ഇലക്ഷൻ കാണിക്കുന്നുണ്ട്. അതായത് കുറച്ചും കൂടെ ലോജിക്ക് ഇല്ലാണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. അതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിലിരുന്ന് ഭ്രാന്ത് പിടിക്കും. സാധാരണ എല്ലാ സിനിമയിലും പോലെ തന്നെ എന്താ പറയുക, ബഡ്ജറ്റ് അധികമുള്ള സിനിമയായതുകൊണ്ട് ഒരു 4-5 സീനിൽ ഹെലികോപ്റ്റർ കാണിക്കുന്നു. പിന്നെ ആ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് പാട്ട്, ഫൈറ്റ്, പിന്നെ എന്താ പറയുക, പാട്ട് വന്നു കഴിഞ്ഞാൽ കഥാനായിക എവിടുന്നോ ഓടി വരും. അത്രയൊക്കെ ഉള്ളൂ ഈ സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ പറയുകയാണെങ്കിൽ പിന്നെ കഥ കാർത്തിക് സുബ്രാജ് എന്ന് പറഞ്ഞായിരുന്നു. കാർത്തിക് സുബ്രാജിനാണെങ്കിൽ കഥയില്ലാണ്ട് വെറുതെ തിരിഞ്ഞിട്ടിരിക്കുന്ന ആളെ വിളിച്ചിട്ട് അയാളുടെ അടുത്ത് കഥയുണ്ടെന്ന് പറഞ്ഞാൽ അതും വിശ്വസിച്ച് പോയി ഇവന്മാരെടുത്തത് ആലോചിക്കുമ്പോഴാണ് ഒരു വലിയ സംഭവമാണത്. അതേപോലെ അറ്റ്ലി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിട്ട് ശങ്കറിൻ്റെ ഭയങ്കര ഫാനാണ്, ഞാൻ ശങ്കറിന് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്ത ആളാണ് എന്നൊക്കെ. ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലിയുടെ അസിസ്റ്റൻ്റ് ആണോ ശങ്കർ എന്ന് തോന്നിപ്പോവും. അതായത് ഈ കോപ്പിയടി, മൊത്തത്തിൽ കോപ്പിയടി എല്ലാ സിനിമകളിലുണ്ട്. അതായത് വിജയകാന്തിൻ്റെ തെന്നവൻ മുതൽ അർജുൻ്റെ മുതൽവൻ മുതൽ ശങ്കറിൻ്റെ ഒരുവിധം 3/4 സിനിമകളുടെ സീനുകളും ഒക്കെ കൂടി ഒരു മിക്സായ ഒരു സിനിമ. മൊത്തത്തിൽ ഈ സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യണം.
തെലുങ്ക് ഓഡിയൻസിനെ ശങ്കറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ശരി എന്നാൽ.